പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനും വലിയ കൂട്ടായ്മയില് അങ്ങയുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാൻ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അവിടുന്ന് വിളിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഈ ക്രിസ്മസിന്റെ ചൈതന്യത്തില് അങ്ങയോട് ചേർന്നിരുന്ന് അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാൻ, അങ്ങയുടെ കരുണ അനുഭവിക്കുവാൻ, അങ്ങയുടെ രക്ഷ അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. അങ്ങയുടെ പദ്ധതി ഞങ്ങൾ പൂർത്തീകരിക്കുന്ന ക്രിസ്മസ് അതുപോലെ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഒരുക്കണമേ. ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ സമൂഹത്തെ അവിടുന്ന് പ്രത്യേകം ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിന്റെ സമാധാനവും സന്തോഷവും സൗഖ്യവും വലിയ അഭിഷേകവും എല്ലാ മക്കൾക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ. ഇതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും, നിങ്ങളുടെ കുടുംബത്തോട്, മക്കളോട്, ജീവിത നിയോഗങ്ങളോട്, പ്രാർത്ഥനകളോട് എല്ലാം കൂടെ ഉണ്ടായിരിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രയറോ കഴിഞ്ഞ് വലിയ കരുത്തോടും വലിയ ശക്തിയോടും കൂടെയാണ് നമ്മൾ ഇനി ഈ 2-3 ദിവസങ്ങൾ ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ പ്രത്യേകം ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ക്രിസ്മസ് നമ്മെ സംബന്ധിച്ച് വലിയ ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വലിയ കൃപയുടെയും ഒരു ദിവസമാണ്, സമയമാണ്. ആഗമന കാലഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സമയം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വചനം, അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതായത് ആരും നശിച്ചു പോകാണ്ടിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, അതേ അപ്പം തരൂ. ആ വഴി വേറെ ഒന്നുമല്ല, തന്റെ ഏകജാതനെ സ്വീകരിക്കുന്ന ആ വഴി. അതുകൊണ്ട് ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നത് വേറെ ഒന്നുമല്ല, സമ്പത്തല്ല, ജോലിയല്ല, മക്കളല്ല, സൗകര്യങ്ങളല്ല, ആരോഗ്യമല്ല, വേറെ ഒന്നുമല്ല. എന്താണ്? തന്റെ ഏകജാതനെ തന്നു. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ട് രൂപപ്പെടുത്തി തന്റെ ജീവന്റെ ശ്വാസം അവനിലേക്ക് നിശ്വസിച്ചു. ജീവന്റെ ശ്വാസം, ജീവൻ. എന്താണ് ജീവൻ എന്ന് പറഞ്ഞാൽ? ഈശോ പറഞ്ഞുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞുണ്ട്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. അപ്പൊ നമുക്ക് ജീവൻ തരാൻ വേണ്ടി ഈ ജീവനെ ദൈവം തന്നത് ജീവനാകുന്ന ഈശോയെ തന്നുകൊണ്ടാണ്. മനസ്സിലാക്കണം, നമ്മള് കളിമണ്ണ് കൊണ്ട് രൂപപ്പെടുത്തപ്പെട്ടു. ആ ജീവൻ തരാൻ വേണ്ടി പിതാവായ ദൈവം ജീവനാകുന്ന ഈശോയെ തന്നെ തന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദൈവം ദൈവത്തെ തന്നെ തന്നുകൊണ്ടാണ് നമുക്ക് ജീവൻ നൽകിയത്, നമ്മെ ജീവനുള്ളവരാക്കി മാറ്റി. അതുകൊണ്ട് ഈ ജീവനില് നമ്മൾ നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ട് മക്കളെ, ഈശോ പറഞ്ഞ യോഹന്നാൻ 15:5, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈശോയെ കൂടിയേ തീരൂ. കാരണം നമുക്ക് ജീവൻ വേണോ? ഈശോയെ കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാം വചനം ഒന്ന് ഓർത്തേ. ഇവിടെ ഈശോ പറഞ്ഞില്ലേ, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തില് ജീവൻ നൽകി, ദൈവത്തെ തന്നെ തന്നു, നമുക്ക് ജീവൻ നൽകി, ജീവനുള്ളവരാക്കി. ആ ജീവനിൽ നമ്മൾ നിലനിൽക്കണം. എന്തിനാ ഈശോയുടെ മനുഷ്യാവതാരം? മനുഷ്യൻ ദൈവത്തെ അനുസരിച്ചില്ല. ദൈവം പറഞ്ഞൊരു കാര്യം, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. ഇത് ശരിക്കും ശ്രദ്ധിക്കണോ? ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ മരിക്കും. മരിക്കാന്ന് പറഞ്ഞ അർത്ഥം ജീവൻ നഷ്ടപ്പെട്ടു പോകും, ദൈവത്തെ നഷ്ടപ്പെട്ടു പോകും. മനുഷ്യനില് ദൈവത്തിന്റെ ജീവൻ
ദൈവത്തെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവൃത്തിയാണ്. ഈ വൃക്ഷത്തിന് ഫലം വചനത്തിന് ലംഘനം, പാപം. ആ പാപത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, അവനെ കുറിച്ച് ഉൽപ്പത്തി 6:3 പറയുന്നുണ്ട്. ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ കേട്ടോ, അത് പറയണ്, മനുഷ്യനിൽ എന്റെ ചൈതന്യം എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ വെറും ജഡമാണ്. ജഡമായിട്ട് മാറി. ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു, ജഡമായിട്ട് മാറി. പിന്നെ അവന് ജഡത്തിന്റെ ജീവനുള്ളൂ, മാംസത്തിന്റെ ജീവനുള്ളൂ. ആ മാംസത്തിന്റെ ജീവൻ, ജഡത്തിന്റെ ജീവൻ അവനെ ഇര തേടുന്ന, ഇണ ചേരുന്ന, ഉറങ്ങുന്ന ജഡികതയിലേക്ക്, ലോകാരൂപിയിലേക്ക്, അവന്റെ ആധിപത്യത്തിലേക്ക് നയിച്ചു. എപ്പോ ദൈവിക ജീവൻ ദൈവത്തെ നഷ്ടപ്പെട്ടു പോയപ്പോ, പാപത്തിലൂടെ മരിച്ചു, ജീവൻ നഷ്ടപ്പെട്ടു, ദൈവത്തെ നഷ്ടപ്പെട്ടു, അവൻ ജഡമായിട്ട് മാറി. ആ ജഡത്തിന്റെ ആസക്തികള് അതിലേക്ക് വന്നപ്പോ അവൻ പിന്നെ ജഡിക പാപം, മദ്യപാനം, ജഡികാസക്തി, തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, സന്തോഷിക്കുക, അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, ഈ കൃപയിലും ദൈവ ചൈതന്യത്തിലും ദൈവത്തെ കൂടെ നിർത്തി ജീവിച്ചപ്പോ അവർ നഗ്നരായിരുന്നു. ആ നഗ്നത പോലും അവർക്ക് പ്രശ്നമേ അല്ലായിരുന്നു. നഗ്നത പോലും പ്രശ്നമല്ലെന്ന്. കാരണം ദൈവം കൂടെയുണ്ട്, ദൈവ കൃപയുണ്ട്, ദൈവിക ജീവനുണ്ട്. ഈ ജീവൻ നഷ്ടപ്പെട്ടപ്പോ നഗ്നത പ്രശ്നമായി. നമുക്കറിയാം സംഭവമൊക്കെ. പിന്നെ അത്തിയിലേക്ക് തുന്നിക്കൂട്ടി, വെയിലേറിയപ്പോ അതൊക്കെ വാടിപ്പോയി, വീണ്ടും വിടവായി, പ്രശ്നമായി. ഇതൊക്കെ എന്താ സംഭവിച്ചത്? ദൈവിക ജീവൻ പോയി, ദൈവം പോയി. ഈ ഒരു അവസ്ഥ ഇന്നും ഉണ്ട്. അതായത് ജഡമായി പോയ മനുഷ്യൻ, ജഡത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മളതിനെ കുറിച്ചൊക്കെ ദിവസങ്ങൾ ഒന്നും കൂടി കാണും. ഉത്ഭവ പാപത്തോടെ ജനിച്ചു, അതിനെ കുറിച്ച് പിന്നീട് കാണാം. ഉത്ഭവ പാപത്തോടെ, അപ്പൊ ആ ഉത്ഭവ പാപത്തോടെ ജനിച്ച മാംസത്തിന്റെ അവസ്ഥ, ജഡത്തിന്റെ അവസ്ഥ, അതിൽ നിന്ന് ജഡികാസക്തി നോക്കി. നമ്മുടെയൊക്കെ ആളുകളുടെ സ്വഭാവം കുറെ തിന്നുക, കുറെ കുടിക്കുക, ഭക്ഷണാസക്തി, എന്തോരം കിട്ടിയാലും മതിയാവത്തില്ല. ആ ഭക്ഷണം, ഈ ഭക്ഷണം, എന്തായാലും വിശപ്പ് ചമ്പിച്ചാ പോരെ. എന്നാൽ അതിൽ ആസക്തിയേറി. പിന്നെ സിനിമകള്, വ്യഭിചാരം, മ്ലേച്ഛതകള്, മദ്യപാനം, ലഹരി, ഇതൊക്കെ ജഡത്തിന്റെ ആസക്തികളെ തൃപ്തിപ്പെടുത്താൻ. ഈ ആസക്തി എപ്പോഴാ വന്ന്? ദൈവത്തെ നഷ്ടപ്പെട്ടു പോയപ്പോ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോ ഈ ആസക്തി വന്നു. ഇന്ന് മനുഷ്യൻ നശിച്ച് ഇതുപോലെ അനുസരണക്കേട്, ഡ്രഗ് അഡിക്ട്സ്, അല്ലെങ്കിൽ ജഡിക പാപങ്ങള്, തെറ്റായ സ്നേഹബന്ധങ്ങള്, ഒത്തിരിയേറെ ഭക്ഷണം, ഫുഡടിക്കല്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ശാലോമില് റെക്കോർഡിങ്ങിന് പോയപ്പോ പോണ വഴിക്ക് എന്തുമാത്രം ഹോട്ടലുകൾ. ഭക്ഷിക്കാൻ വേണ്ടി മാത്രമോ ഈ ജന്മം? ഇതിനുള്ള ആസക്തി അവിടെ നിന്ന് വന്ന് ദൈവം ഇല്ലാണ്ട് പോയി. ദൈവമില്ലാതെ ജഡമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ തിന്നണം, കുടിക്കണം, ആസ്വദിക്കണം, വ്യഭിചരിക്കണം, സ്വയംഭോഗം ചെയ്യണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകള്, കാഴ്ചകള്, ഫിലിം, ഡ്രഗ് അഡിക്റ്റ്, അല്ലെങ്കിൽ ലഹരി, പിന്നെ എന്താ പറയാ, കുറെ തിന്നണം, ഉറക്കല്ല. എന്റെ പൊന്നോ, ഈ ഗതികെട്ടിലാണ് മക്കള് വീണ് പോകുന്നത്. ഈ കാലഘട്ടത്തില്, ഈ ഒരു കാലഘട്ടത്തില് ക്രിസ്തുമസിന് വലിയ അർത്ഥമുണ്ട്. നമുക്ക് തരാൻ വേണ്ടി അപ്പത്തിന്റെ ഭവനമാകുന്ന ബെത്ലഹേമില് കാലികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പുൽത്തൊട്ടിയില് നമുക്ക് വേണ്ടി കിടത്തുന്ന തന്റെ പൊന്നോമന മകൻ ആര് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ജീവൻ നൽകുന്ന യേശു തന്നെയാകുന്ന ജീവൻ നമുക്ക് തരുമോ? നമുക്ക് തരുമോ മക്കളെ? ഈശോയെ സ്വീകരിച്ചാൽ, ആ ജീവൻ വീണ്ടും പ്രാപിച്ചാൽ, നമ്മുടെ ഈ ജഡികാസക്തി, ഇരത്തേടുന്ന, ഇണചേരുന്ന, ഉറങ്ങുന്ന ജഡത്തിന്റെ വ്യാപാരങ്ങള്, മാംസത്തിന്റെ ഇച്ഛകള്, അതുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഇല്ലാണ്ടാവും. ഇതല്ലാണ്ട് വേറെ ഒരു വഴിയില്ല. നമുക്ക് രക്ഷപ്പെടണോ? നമ്മുടെ മക്കൾ രക്ഷപ്പെടണോ? നമ്മുടെ കുടുംബം രക്ഷപ്പെടണോ? ഒറ്റ വഴി, ജീവൻ അറിയണം. അതിന് ആര് വന്നേ പറ്റൂ? ഈശോയെ, ജീവനാകുന്ന ഈശോയെ സ്വീകരിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് 10:10 ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായിട്ടുണ്ടാകാനും വേണ്ടിയാണ്. അതുകൊണ്ട് മക്കളെ, ഈ ക്രിസ്മസിന് വേണ്ടി നമുക്ക് ഈ 2-3 ദിവസം നന്നായിട്ട് ഒരുങ്ങാം. അടിസ്ഥാനങ്ങളിലൂടെ ക്രിസ്മസിലേക്ക് വരണം. അല്ലാണ്ട് കുറെ നോമ്പ് നോക്കി, ഈ തവണയാണെങ്കിൽ ക്രിസ്മസ് ബസാറുകളൊക്കെ വലുതായിട്ടൊക്കെ സെറ്റപ്പാ, അവിടെയൊക്കെ ഭയങ്കര ബസാറുകള്, എല്ലാ തോരണങ്ങള്. ഇതുകൊണ്ട് ഒരു കാര്യമില്ല.
ക്രിസ്തു ജനിക്കണം. നഷ്ടപ്പെട്ടു പോയി ജീവനുണ്ട്. നമ്മുടെ പാപത്തിലൂടെ, പ്രമാണ ലംഘനത്തിലൂടെ, വചന ലംഘനത്തിലൂടെ ദൈവത്തെ നഷ്ടപ്പെട്ടു പോയി, ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ ജീവൻ തരാൻ വേണ്ടി വരുന്ന കർത്താവിനെ സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കണം. ഇതിനു വേണ്ടിയാണ് ഈ 3 ദിവസങ്ങൾ നമ്മളൊരു ഒരുക്ക ധ്യാനത്തിന്റെ പേര് തന്നെ എന്താണ്? അടിസ്ഥാനങ്ങളിലൂടെ ക്രിസ്മസിലേക്ക്. വെറുതെ ക്രിസ്മസ് ആഘോഷിക്കരുത്. കർത്താവിനെ നമ്മൾ സ്വന്തമാക്കണം. ജീവനാകുന്ന കർത്താവിനെ സ്വന്തമാക്കണം. അത് സ്വന്തമാക്കിയാൽ വീണ്ടും നമ്മൾ ജീവൻ പ്രാപിക്കും, ശക്തരായി തീരും. നഗ്നത പോലും പ്രശ്നമല്ലാത്ത ഒരു കൃപാഭിഷേകത്തിലേക്ക് വരും. ഇതാണ് അച്ഛൻ ഇന്നലെ പറഞ്ഞ് നമ്മൾ ആരംഭിക്കാൻ വന്ന ശുശ്രൂഷ, കൃപാജീവിതം, ദൈവൈക്യ ജീവിതം. അതെന്താണെന്ന് മനസ്സിലാക്കി സ്വന്തമാക്കി ജീവിക്കാൻ നമുക്ക് ഇടയാകട്ടെ. അതുകൊണ്ട് ഈ ക്രിസ്മസ് ഒരുക്കത്തിലേക്കുള്ള ഈ വലിയ ശുശ്രൂഷയിൽ ഇന്ന് കേട്ട കാര്യങ്ങളും വചനങ്ങളും മേഖലകളും ശരിക്കും ഒന്ന് പരിശോധിക്കും. ജീവൻ നഷ്ടപ്പെട്ടു പോയി, ജീവൻ നൽകി, ദൈവത്തെ തന്നെ തന്നു, ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ആ ദൈവത്തെ പാപത്തിൽ നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടപ്പോ അവൻ മൃഗമായിട്ട് മാറി. മാംസത്തിന്റെ ഇച്ഛ, ജഡത്തിന്റെ ഇച്ഛ ലോകാരൂപി കീഴ്പ്പെടുത്തി. അത് മനുഷ്യ മക്കളെ നാശത്തിലേക്ക് നയിക്കുന്നു. കൊല്ലാനും ഇല്ലാതാക്കാനും നശിപ്പിക്കാനും വരുന്ന പിശാചിനെ പിടിയിൽ അമർത്തുന്നു. ഇന്നത്തെ നമ്മുടെ മക്കളുടെ അവസ്ഥ ഇതാ, ലോകത്തിന്റെ അവസ്ഥ ഇതാ. രാഷ്ട്രീയ പാർട്ടികള്, തീവ്രവാദികള്, ഭരണ സംവിധാനങ്ങള്, ചില കോടതികൾ ഇതിനു വേണ്ടിയാണ്. പക്ഷെ അതൊന്നും രക്ഷപ്പെടില്ല. ഏകരക്ഷകൻ യേശു ക്രിസ്തു ഏകരക്ഷകൻ. കാരണം ജീവൻ തരുന്നവൻ ഒറ്റ ദൈവമുള്ളൂ. ഞാനാണ് ജീവൻ എന്ന് പ്രഘോഷിച്ച്, ഞാനാണ് വഴിയെന്ന് പറഞ്ഞ്, ഞാനാണ് സത്യമെന്ന് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തന്നെ നൽകിയ യേശു ക്രിസ്തുവല്ലാതെ ജീവൻ നൽകാൻ ഈ ലോകത്തിൽ മറ്റൊരു ദൈവമില്ല, മറ്റൊരു നേതാവില്ല. ജീവൻ നൽകുന്ന, ജീവനെ സമൃദ്ധി നൽകുന്ന യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരു രക്ഷകനില്ല. ആ യേശുവിനെ സ്വീകരിക്കണം. അവനെ നമുക്ക് വേണ്ടി പിതാവായ ദൈവം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. എന്റെ മക്കളെ, ദൈവം തന്നത് സമ്പത്തല്ല, ദൈവം തന്നത് കഴിവുകളല്ല, ദൈവം തന്നത് ജോലിയല്ല, ദൈവം തന്നത് സാമ്പത്തിക തകർച്ചയല്ല, ദൈവം കല്യാണം നടത്തി തന്നല്ല സ്നേഹിക്കുന്നത്. പിന്നെയോ ദൈവം നമ്മെ സ്നേഹിക്കുന്നത്, രക്ഷപ്പെടാൻ വേണ്ടി സ്നേഹിക്കുന്നത് ദൈവത്തെ തന്നെ തന്നുകൊണ്ടാണ്. അതുകൊണ്ട് മാലാഖമാർ പറഞ്ഞ ഇതാ സകല ജനപദങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. പിള്ളക്കച്ചുകൊണ്ട് പൊതിയപ്പെട്ട് അവനിതാ പുൽത്തൊട്ടിയിൽ നിങ്ങൾക്ക് വേണ്ടി കിടത്തപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, മുസ്ലിമിനും ഹിന്ദുവിനും സകല ജനപദങ്ങൾക്കും രക്ഷപ്പെടണോ? ജീവൻ വേണം. യേശു ക്രിസ്തു അല്ലാതെ ജീവൻ തരാൻ വേറെ ആരുമില്ല. ജീവന്റെ കൂദാശയിലൂടെ ദിവ്യകാരുണ്യമായി ജീവൻ നൽകുന്ന കർത്താവിനെ അതുപോലെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥനയോടെ, തിരിച്ചറിവോടെ, അടിസ്ഥാനങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസിലേക്ക് പ്രവേശിക്കുവാൻ നമുക്കിടയാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ മക്കളെ വീണ്ടും ഒരു ക്രിസ്മസിലേക്ക് അങ്ങ് ചേർത്ത് പിടിക്കുമ്പോൾ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തിനു വേണ്ടി അങ്ങ് വന്നു എന്ന് തിരിച്ചറിഞ്ഞ്, കർത്താവ് ഞങ്ങളുടെ അവസ്ഥകളെ മനസ്സിലാക്കി, ഞങ്ങൾ ദൈവമേ അങ്ങയാൽ നിറയപ്പെട്ട് മാത്രം ജീവിക്കാൻ കഴിയുന്ന മക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവൻ നഷ്ടപ്പെടാതെ ജീവിക്കാൻ വേണ്ട വലിയ കൃപ നൽകണമേ. ഒരു വലിയ തുറവ് നൽകണമേ. ജീവൻ നഷ്ടപ്പെട്ടു പോയ മക്കള്, അങ്ങില്ലാത്ത മക്കള്, അങ്ങില്ലാത്ത കുടുംബങ്ങള്, അങ്ങില്ലാത്ത വൈദികര്, അങ്ങില്ലാത്ത സന്യസ്തര്, അങ്ങില്ലാത്ത നേതാക്കന്മാര്, അങ്ങില്ലാത്ത ലോകരാജ്യങ്ങള്, മതവിഭാഗങ്ങള് കർത്താവ് ജീവനില്ലാതെ നശിച്ചു പോകും. ലോകാരൂപി അടിമപ്പെടുത്തും, പിശാച് അടിമപ്പെടുത്തും. ഏകരക്ഷകനായ ഈശോയെ അങ്ങയെ അർത്ഥം മനസ്സിലാക്കി സ്വീകരിക്കുവാൻ ഈ ക്രിസ്മസിലൂടെ അങ്ങയെ സ്വന്തമാക്കി കർത്താവെ ജീവൻ പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കർത്താവ് കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര യോഗ്യതകളും ഫലങ്ങളും നിറച്ച് ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ സ്വന്തമാക്കേണ്ട പോലെ സ്വന്തമാക്കി അടിസ്ഥാനങ്ങളെ ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ദിവസങ്ങൾ അച്ഛൻ ആശംസിക്കുകയാണ്. ക്രിസ്മസിന്റെ അർത്ഥം മനസ്സിലാക്കി അടിസ്ഥാനങ്ങളെ ഉറപ്പിച്ച് കർത്താവിലേക്ക് ഓടിയണഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുവാൻ, സമാധാനം, കൃപാദാതാവിനെ സ്വീകരിക്കുവാൻ നമുക്കിടയാകട്ടെ, നമ്മുടെ മക്കൾക്ക് ഇടയാകട്ടെ. ഒരു കാര്യം, ഇതിനു വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ഈ കൃപ കിട്ടിയാൽ, ഈ കർത്താവിന് കിട്ടിയാൽ നിങ്ങളുടെ മക്കളുടെ ജഡത്തിന്റെ, ലോകാരൂപിയുടെ, മാംസേച്ഛയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. സത്യം. ഇതല്ലാണ്ട് വേറെ വഴിയില്ല രക്ഷപ്പെടാൻ. ക്രിസ്മസ് അല്ലാതെ വേറെ വഴിയില്ല.
ഈശോ സ്വീകരിക്കാൻ നമുക്ക് ഇടയാകട്ടെ. പരിശുദ്ധ അമ്മയോടും യോസേപ്പ് പിതാവിനോടും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവർ രണ്ടുപേരും നമ്മുടെ കൂടെയുണ്ട്. മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട്. സ്വർഗം മുഴുവനും നമ്മുടെ കൂടെയുണ്ട്. മാലാഖമാരെ ഇറങ്ങി വന്നില്ലേ കർത്താവിന്റെ ജനനത്തില്, നമ്മുടെ കൂടെ വരും. ഒരിക്കൽ കൂടി നിങ്ങൾക്കൊരു നല്ല സമയം ആശംസിക്കുകയാണ്. പ്രാർത്ഥനയോടെ നല്ലൊരു ക്രിസ്മസിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.